ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെ കുറിച്ചാണ്. 2025 ജൂലൈ മാസം 15-ാം തീയതി മുതൽ നവംബർ മാസം 30-ാം തീയതി വരെ ഉള്ള 140 ദിവസം ശനി ഗ്രഹം വക്രത്തിൽ സ്ഥിതി ചെയ്യും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശനി ഗ്രഹം 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് പാപന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഭാവം. അതുപോലെ തന്നെ ആ ഗ്രഹം ഏത് ഗ്രഹമായാലും വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലം തന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ മോശം തന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹം ആണ് എങ്കിൽ പോലും ഇരട്ടി ശക്തിയോടുകൂടി ഗുണഫലങ്ങൾ നൽകുമെന്നാണ് പ്രമാണം. മത്സ്യവും ഘടി നിർമുദനം സഗതം സവീണം ചാബി നരോ അശ്വജഗനോ മകരോ മൃഗാസ്യ തൗലീസ സസ്യദഗന പ്ലവകാജകന്യ ശേഷാസ്വനാമ സദൃശ ചരാച സർവേ എന്നുള്ള പ്രമാണം അത് വരാഹ മിഹിരാചാര്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ഓരോ രാശിക്കും ഓരോ ഗ്രഹങ്ങൾ തരുന്ന ഫലങ്ങൾ വളരെ വലിയതാണ്. ഒരു രാശിക്ക് കൊടുക്കുന്നത് പോലെയല്ല മറ്റൊരു രാശിക്ക്. അപ്പോൾ ഈ തുലാം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ശനിഗ്രഹം രാജയോഗകാരകനാണ്. അതായത് കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യം, ഭാഗ്യസ്ഥാനത്തിന്റെ ആധിപത്യം, അങ്ങനെ 2 ആധിപത്യങ്ങൾ ഒരുപോലെയുള്ള രാജയോഗം പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ഗ്രഹമാണ് ശനിഗ്രഹം. അങ്ങനെയുള്ള ശനിഗ്രഹം 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6-ലെ ശനി അലറി വാഴും എന്നുണ്ട്. അതായത് ഏത് കാര്യത്തിൽ പരാജയപ്പെട്ട് നിന്നാലും അവിടെ നിന്ന് ഒരു സിംഹത്തെ പോലെ സടകുടഞ്ഞെഴുന്നേറ്റ് ഉറക്കം വിട്ട് ഉണരുന്ന ഒരു സിംഹത്തെ പോലെ ഉണർന്ന് പ്രവർത്തിച്ച് വിജയിക്കും. പരാജയത്തിൽ നിന്ന് പറന്നുയരുവാൻ സാധിക്കും. ഈ ശനിയുടെ 6-ലെ സ്ഥിതി കൊണ്ട് അത് വക്രത്തിലും കൂടി ആകുമ്പോൾ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ പ്രത്യേകിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ തുലാം രാശിക്കാർക്ക് കടങ്ങളൊക്കെ വീടുവാൻ സൂചനയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ അബദ്ധം പറ്റിയോ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ധാരാളം ആൾക്കാർക്ക് സൂചകമായിട്ട് കാണാറുണ്ട്. അങ്ങനെ നഷ്ടങ്ങൾ, ധനനഷ്ടങ്ങൾ ഉണ്ടായിട്ട് ആ നഷ്ടത്തിൽ നിന്നൊന്ന് കരകയറുവാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ഈ 140 ദിവസം വളരെ പ്രയോജനപ്പെടുത്താമെങ്കിൽ ഏറ്റവും വിജയങ്ങൾ വന്നു ചേരുന്ന, അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ശനി ഗ്രഹം. അതിൻ്റെ ആധിക്യം വർദ്ധിക്കുന്ന രീതിയിലാണ് വ്യാഴഗ്രഹം ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ രാശ്യാധിപനായിരിക്കുന്ന ശുക്രനും ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ബുധന്റെ സ്ഥിതിയും ഉത്തമമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥിതി ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലം അനുകൂലമാകയാൽ കടങ്ങളൊക്കെ വീടുകയോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിത്തീരുകയും അതുപോലെ ആരോഗ്യപരമായി ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ദീർഘകാലമായിട്ട് വലയ്ക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉത്തമനായ ഒരു വൈദ്യനെയോ ഡോക്ടറെയോ ഒക്കെ കണ്ടെത്തി ചെറിയ നിസ്സാരമായ ചില കാര്യങ്ങൾ കൊണ്ട് ആ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മുൻപോട്ട് ദീർഘകാലം ജീവിക്കുവാൻ ഐശ്വര്യം തരുന്ന ഒരു സന്ദർഭമാണ് ശനിയുടെ സ്ഥിതി കൊണ്ട് ഈ വക്രസ്ഥിതി കാണിക്കുന്നത്. അവസരങ്ങൾ വിനിയോഗിക്കുക. നല്ല അവസരങ്ങൾ വന്നു ചേരും. നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. നല്ല ഗുരുക്കന്മാരെ ലഭിക്കും. അതുപോലെ തന്നെ ഉത്തമ ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. അതുപോലെ ആ ഒരു കാര്യത്തിലും നല്ല ആനുകൂല്യമുള്ള സമയമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം. അതായത് ദാമ്പത്യ കാരകനായിരിക്കുന്ന ശുക്രന്റെ സ്ഥിതി കൂടാതെ ദാമ്പത്യ ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് ഒക്കെ വരികയാണ്. അപ്പോൾ ആ സന്ദർഭങ്ങൾ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ
വിവാഹ ജീവിതം നയിക്കുന്നവർ, ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് സന്തോഷകരമായിട്ട് മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും, പിണങ്ങി നിൽക്കുന്നവർക്ക് ഒന്നിച്ചുകൂടി സന്തോഷത്തോടുകൂടി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവര്, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും ഈ തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. വിദേശത്ത് പോകുന്നതിന്, നല്ല ജോലി സ്വന്തമാക്കുന്നതിന്, അതുപോലെ തന്നെ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, IT മേഖലയിൽ ജോലി ചെയ്യുന്നവരോ, മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരോ, കലാകാരന്മാരായിരിക്കുന്നവർക്കും ഒക്കെ ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കി നല്ല സാമ്പത്തിക ഉന്നമനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. വിജയത്തിൽ എത്തിച്ചേരുവാനായിട്ട്, എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.